ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അതെ, അപ്പൊ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കടക്കര വീഡിയോ എടുക്കുന്നത്. കുറെ ദിവസമായിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ ഇവിടെ കാണാറില്ല. അതെ 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 കുറെ ദിവസമായിട്ട് നമുക്ക് നല്ല നല്ല തിരക്കും നമുക്ക് സന്തോഷകരമായ കുറെ ദിവസങ്ങൾ നിങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിനിടയിൽ വിഷമങ്ങളായ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നത് നമ്മളാരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊരു സൗകര്യം കിട്ടിയിട്ട് ഒരു വീഡിയോയിൽ പറയണമെന്ന് ഓർത്തിക്കണായിരുന്നു. വിഷമം എന്ന് പറയാനായിട്ട് നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കൊണ്ടാട്ടം കലാസമിതിയുടെ കൈകൊട്ടിക്കളിയുടെ ആശാന നമ്മുടെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അതെ, നമ്മുടെ വളാപ്പിന്റെ വീഡിയോയിലെ 9 മാസത്തെ വീഡിയോയിലെ എല്ലാം നമ്മുടെ വീട്ടിലെ ഒരു അംഗം. ആശാനല്ല, ആശാനേക്കാളും നമ്മുടെ വീട്ടിലെ ഒരു അമ്മയുടെ ഒരു ചേട്ടൻ, ആ ഒരു ഞങ്ങളൊരു ബന്ധമായാണ്. എന്തിനു വിളിച്ചാ വിളിപ്പുറത്തുണ്ടാകുന്ന ഒരാളാണ്. നമ്മൾ ഇത്രയും ദിവസം അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒന്നും പറയാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആസ്പത്രി, കൊച്ചി അങ്ങനെയൊക്കെ ആയിട്ട് പോണായിരുന്നു. പിന്നെ ആശാന്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ അവിടെ പോയിട്ടാണ് വന്നത്. അപ്പോൾ ആശാൻ അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പ്രാക്ടീസ് സമയത്ത് തന്നെ ഒരു 7:33 ആൾ വിളിച്ച് 7:40 ആശാൻ ആക്സിഡൻ്റായിട്ട് മരിച്ച്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വിഷമത്തിൽ കൂടിയാണ് ഞങ്ങളെല്ലാവരും കടന്നു പോണത്. പിന്നെ അതിൻ്റെ കൂടി നമുക്ക് വാവ വന്ന് സന്തോഷവും ആയി. അപ്പോൾ ഒരു വിഷമം ഒരു സന്തോഷവും കൂടിയാണ് നമ്മളിപ്പോൾ ഈ മാസം അങ്ങാട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ വാവ വന്നപ്പോഴും ഞങ്ങളുടെ കൂടെ കട്ടക്ക് ആസ്പത്രിയിലൊക്കെ ഉണ്ടാവുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ ആശാനിലുപരി ഞങ്ങളുടെ ഒരു കുടുംബത്തിലൊരു അംഗം. അത് പിന്നെയും എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, അതാണ് ഞാൻ പിന്നെയും പറഞ്ഞേട്ടാ. അപ്പം ആശാന് ഭാര്യ 2 പിള്ളേരെന്ന് പറഞ്ഞാൽ മൂത്ത കൊച്ചി +2-നായിട്ടുള്ള, ഇളയത് 7ാം ക്ലാസ്സിലായിട്ടുള്ള. പെട്ടെന്നായിരുന്നു വിളിച്ച് 7:40 വീട്ടിൽ തന്നെയാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ സംഭവം വെച്ചാൽ പുള്ളി 7 വിളിച്ചിട്ടുണ്ടായിരുന്നു. സിന്ധു അമ്മനായിട്ട് വിളിച്ചിരുന്നത്. അന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരട്ടെ, നിങ്ങൾ തുടങ്ങി വെച്ചോളാൻ പറഞ്ഞിട്ട് പോയതാണ് പുള്ളി. വീടിന് തൊട്ടപ്പുറത്ത് വെച്ച് വണ്ടി ഇടിച്ചായിരുന്നു. വണ്ടി ആക്സിഡന്റ് ആയിരുന്നു. വിളിച്ചേക്കണ എന്നെ തന്നെയാണ്, അത്രയും സമയമായിട്ടുണ്ടായിരുന്നുള്ളു. അപ്പൊ അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ആ ഒരു വിഷമത്തിൽ നിന്നും നമ്മളൊരു രണ്ട് ദിവസം കഴിഞ്ഞ് ആ വിഷമത്തിൽ തന്നെ ഇരിക്കണ സമയത്തായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ശ്രുതിനെ അഡ്മിറ്റ് ആക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അങ്ങനെ ഇതായി. അമ്മയാണെങ്കിൽ ആകെ മൊത്തത്തിൽ ഇതായി ഇരിക്കണായിരുന്നു. ഇത് നമ്മളെ ഇതിപ്പോ ഇതാണ് ആശാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോ? ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ? പ്രമദൻ ആണ് പേര്. നമ്മുടെ വീട്ടിൽ നല്ലൊരു കലാകാരനായിരുന്നു. അതെ അതെ അതെ. ഞങ്ങളുടെ ഒരുപാട് അറിയപ്പെട്ടില്ലായിരുന്നു മാത്രം. നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിരുന്നു. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ നാട്ടിൽ തന്നെ ഇപ്പൊ ഞാൻ എന്നോടൊക്കെ ആണെങ്കിൽ എത്ര പേര് കണ്ടാൽ മിണ്ടാതിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആ പുള്ളിനോട് ആർക്കും വൈരാഗ്യമില്ല. ആ ആശാന് ആരോടും അങ്ങാടും വൈരാഗ്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ എല്ലാവരോടും എപ്പോഴും ചിരിച്ചു വർത്താനം പറയുന്ന ഒരാള്. നല്ല ആൾക്കാരെ അധികം നാള് ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറയണത് വളരെ സത്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ അവിടെ പോയി കുറച്ച് പേര് ഇരുന്നിട്ടാണ് വന്നത്. ഇപ്പോഴും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ഇപ്പൊ 2-3 വീടപ്പുറം തന്നെയാണ് ഈ വീടെന്ന് പറയണത്. അപ്പൊ ഞങ്ങൾക്ക് വലിയ ഭയങ്കര ഒരു സഹായം തന്നെയായിരുന്നു പുള്ളി. സ്വന്തം വീട്ടിൽ ചെല്ലുന്നുണ്ട്. വളകാപ്പിന്റെ എന്നൊക്കെ കാലത്തെ വന്നിട്ട് കസേരയൊക്കെ പിറക്കിയില്ല, എല്ലാത്തിനും വിളിപ്പത്താണ്. ഞങ്ങൾ ഭയങ്കര കൂട്ടുമാണ് എല്ലാമായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരെന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ആശാനുള്ളപ്പോ തന്നെ 3 കളി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആശാനുള്ളപ്പോ തന്നെ. അപ്പൊ ആ 3 കളിയിൽ ഒരു മത്സരക്കളിയായിരുന്നു. അത് മിനിയാന്ന് ഞങ്ങൾ പോയി മത്സരിച്ച് ഒന്നും കിട്ടിയില്ല. നന്നായിട്ട് കളിച്ച് പിള്ളേര്, അതൊന്നും പറയാനില്ല. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് ആ 20 ഒരു ഷോ കളി ഉണ്ടായിരുന്നു. റോഡ് ഷോ ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് റോഡ് ഷോ ചെയ്തത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇത് റെഡിയാക്കി എല്ലാവരും ഇങ്ങനെ വെച്ചിട്ടാണ്. എന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോ വരും എന്റെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്നലെ കളിച്ച് പിള്ളേരൊക്കെ ഭയങ്കര വിഷമത്തിലാണ് കളിക്കണത്. എല്ലാവർക്കും പിള്ളേർക്ക് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാമാണ് പറഞ്ഞാൽ തീരൂല പുള്ളിനെ കുറിച്ച്. പിള്ളേരിങ്ങനെ കളിക്ക് സ്ഥലത്തൊക്കെ ചെന്നിട്ട് ആശാനെന്നല്ല അവര് കളി ഇങ്ങനെ പിള്ളേര് എന്തിങ്ങനെയൊക്കെ നിൽക്കും. ഷർട്ടൊക്കെ ബനിയനൊക്കെ ടീഷർട്ടൊക്കെ പഠിക്കും, തമാശ കളിക്കും പിള്ളേര്. അങ്ങനെ അത്ര ചങ്ക് കൂട്ടുകാരായിരുന്നു. ഇപ്പോഴും പിള്ളേരൊന്നും ഓണായിട്ടില്ല. പിന്നെ എല്ലാവരും കളിക്കണം എന്ന് ഞങ്ങളും പറയണായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും കണ്ണനാണെങ്കിലും അപ്പൊ തന്നെ ഇപ്പൊ പുള്ളിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ പുള്ളിയുടെ ലൈഫിൽ പുള്ളി കുറെ പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കൈകുട്ടിക്കളി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതെന്തായാലും വിട്ടുകളയാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അത് മുന്നോട്ട് എന്തായാലും നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമായിട്ട് നല്ല കളികളൊക്കെ പുള്ളി ഉള്ളപ്പോ തന്നെ ഇവർക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് ഇനി അവര് കളിക്കും. അപ്പൊ ഞങ്ങളോട് കാണുന്നവര് പറയണത് നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകണം, നിർത്തരുത് കേട്ടോ. പുള്ളിക്ക് വേണ്ടി കളിക്കണം. പിന്നെ ഞങ്ങൾക്ക് പുള്ളിയുടെ ആത്മാവിന് വേണ്ടി ചെയ്യാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളത് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എവിടെ വേണമെങ്കിലും
നമുക്ക് പറ്റിയ റേറ്റിൽ നമ്മൾ കളിക്കാൻ വരും. അതെ. അപ്പോൾ ആരെയാണെങ്കിലും ഞങ്ങൾ വിളിച്ചോ. ഞങ്ങൾ ഇനി ആശാന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പോണത്. അതെ. അപ്പൊ കണ്ണനാണ് ഇപ്പൊ അതിന് മുൻകൈ എടുത്ത്. നമ്മൾ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്നു നമുക്ക് ആശാനോടൊപ്പം അത്രയും മുൻകൈ എടുക്കണ്ടായിരുന്നു. നമ്മൾ തലയിരിക്കുമ്പോ വാലാണ്. അതെ. പക്ഷെ ഇനിയിപ്പോ ആശാൻ നമുക്ക് തന്നിട്ടാണ് പോയേക്കണത്. അത് ഒന്ന് എനർജി ആയിട്ട് എടുക്കുക. നമ്മളെ കൊണ്ട് ആശാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കളിച്ചോണ്ട് മാത്രമല്ല പല രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അറിയാലോ. ആ കുടുംബത്തിനോട് അതെ അതെ ബാധ്യതയുണ്ട്. അതെ. അത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റിയ രീതിക്ക് നമ്മൾ ചെയ്യും. അപ്പൊ ചെയ്യുന്ന പറഞ്ഞാല് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് പറഞ്ഞുകൊണ്ടായില്ല. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ അമ്പലങ്ങളിലാ റെസിഡൻസിന്റെ വാർഷികത്തിന് എന്ത് പരിപാടിക്കാണെങ്കിലും ഇപ്പൊ കളി ആവശ്യമുള്ളത് ഞങ്ങൾക്ക്. നമുക്കിപ്പോ അതിൽ നിന്ന് ഒരുപാട് വലിയ തുകയൊന്നും കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞ എല്ലാവരും ഒന്ന് കണക്കിലെടുക്കണം. അപ്പൊ ഞങ്ങളുടെ ആശാന്റെ ആത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇത്രയും നാളും ശ്രുതിര പ്രാർത്ഥിക്കണോണ്ടെന്ന് പറഞ്ഞ എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഉണ്ടായി ഞങ്ങൾക്കറിയാം. അപ്പൊ ആശാനി ഫാമിലിക്കും കൂടി വേണ്ടി ഒന്നും കൂടി ഞങ്ങൾ പറഞ്ഞിട്ട് ആശാന്റെ വിഷയം. അതെ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് കുറെ ദിവസമായിട്ട് വീഡിയോ എടുക്കുന്നത്. വീട്ടിലിങ്ങനെ തക്കൊക്കെ ഇപ്പൊ കുറെ ദിവസത്തെ വന്നതാണ് ഇവിടെ. സുധുണ്ടകത്ത് എന്താണ് ചെയ്തോണ്ടിരിക്കാൻ അവിടെ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ അതേ സുധ വീട്ടിലേക്ക് പോകും. അപ്പൊ ഞാൻ അതേ അങ്ങോട്ട് പോണു. ഞാൻ അവിടെ കയറിയിട്ട് കുറച്ച് ദിവസമായിട്ട് വാവനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇനി വാവനെ കാണാൻ പോണം. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോ വീട്ടിൽ അങ്ങോട്ടേക്ക് പോയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകാറ്. അപ്പൊ ഇവര് അവിടെ എത്തും. അപ്പൊ നമുക്ക് കാണാം, അവിടെ കാണാം. ഹലോ. അപ്പൊ നോക്കി നമ്മളിവിടെ എത്തിയേട്ടാ. ഇവിടെ വന്നപ്പോ നല്ല ഉറക്കം വരുന്ന ഒരാള്. ഇയാളെ നല്ല ഉറക്കം വരുന്നു വെച്ചാൽ നല്ല ക്ഷീണമുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഇറങ്ങുന്നില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കൊച്ച് ഉറങ്ങിയപ്പോ കിടന്ന് ഉറങ്ങണായിരുന്നു. മിക്കപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ അവൻ ഉറങ്ങുന്നത് മുതലേ ഇയാള് മാത്രം അധികം ഉറങ്ങൂല. അല്ലെങ്കിൽ ഉറക്കത്തിനില്ല ടൈം വെച്ച് ഉറങ്ങിയിരുന്നവളാണ്. ഞാൻ 1 മണിക്കൂർ കുറവാണ് ഉറങ്ങിയത്. 1 മണിക്കൂർ ഉറങ്ങും. ഞാൻ എന്റെ കറക്റ്റ് നേരത്തിനൊക്കെ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ പറയും ഇന്നലെ ഞാൻ രാത്രി വൈകിയാണ് കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് കുറച്ചുകൂടെ കൂടുതൽ നേരം ഉറങ്ങണമെന്ന് പറയും. അങ്ങനെ ഉറങ്ങണ ആളായിരുന്നു. ഉറക്കത്തിനോടൊക്കെ ഉള്ള ഇതൊക്കെ മാറി ഇങ്ങോട്ട് ദാഷ്ട്യമൊക്കെ മാറി. ഇപ്പൊ ചെക്കനും ഞാൻ വന്നപ്പോ എന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കക്ഷണമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ കുഞ്ഞു വീഡിയോ ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള സംഭവം കാണിച്ചു തരാം കേട്ടാ. നിങ്ങൾക്ക് എല്ലാം കൊണ്ടും അല്ലേ, എല്ലാവർക്കും അല്ല, ബേബീസ് ആവാൻ പോണ ആൾക്കാർക്കും ഉള്ളവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. കുഞ്ഞു കുഞ്ഞു ബേബി ഉള്ളവർക്കൊക്കെ. അപ്പൊ നോക്കി ഇത് ഇവിടെ ഇല്ലേ നമ്മുടെ വീടിന്റെ വേറെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കുഞ്ഞു കുപ്പായൊക്കെ ഇടൂലേ. ചുണ്ണാപ്പിടത്തെ ലവ് ആണ് കിടക്കണത് അല്ലേ? അച്ഛൻ വരുമ്പോഴേക്കും ചോദിക്കും ലവ് ഇട്ടില്ലേ ലവ് ഇട്ടില്ലേ എന്ന് ചോദിക്കും. അവന്റെ എല്ലാ ഉടുപ്പന്മാരും ലവ് ഉണ്ട്. അതെ, നമുക്ക് സ്നേഹം പരത്താനുള്ളതാണ്. കണ്ട ലവ് ഇങ്ങനെ പരക്കട്ടെ. ഈ സമയത്ത് കുറെ പിള്ളേർ ജനിച്ചിട്ടുണ്ട്. അതെ, ശരിയാണ്ടാ. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ ഇരിക്കണ്. പിന്നെ ഞാനിങ്ങനെ അവനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ചേഞ്ചിനായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കും. അതെ, ഇത്ര ഒച്ചയെ പറഞ്ഞു. അവിടെ ഉറങ്ങണ്ടാവൻ ഇപ്പൊ ഉറങ്ങിയാലും കുഴപ്പമില്ല. ആന്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആന്റി അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പൊ അതെടുത്തോണ്ടിരിക്കുക. നമുക്ക് കാണിച്ചു കൊടുത്താലേ? കാണിച്ചു കൊടുക്കാം. നമുക്ക് റൂമിലേക്ക് കയറാം. ശ്രുതി മോൾക്ക് ഒരു വാട്ടം വന്നിട്ടുണ്ട്. എന്ത് പറ്റി? അത് ഉറക്കം അതിന്റെ പ്രശ്നമുള്ളൂ. ഇവിടെ ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവിടെ കിടക്കട്ടെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ എന്ത് കാണിച്ചിട്ട് ഈ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് പറഞ്ഞത് അല്ലേ? ഇത് നമുക്കൊരു പേജ് അയച്ചു തന്നതാണ്. ആ പേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. നമ്മളുടെ വീഡിയോ ഡെലിവറി വ്ലോഗ് മുതൽ നിങ്ങൾ കാണുന്നതാണ്. നമുക്ക് ഡെലിവറിക്ക് മുന്നേ തന്നതായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് വീഡിയോ ചെയ്തത്. അതെ, നമ്മളെല്ലാം ഉപയോഗിച്ചതിന് ശേഷമാണ് ചെയ്യണത്. അപ്പൊ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ശരിക്കും നല്ലൊരു മെറ്റീരിയല് സംഭവങ്ങളൊക്കെ. അതെ, ഇത് കണ്ടിട്ടുണ്ടാവും. കൊച്ചിനെ മേടിക്കാൻ അന്ന് പോലുള്ള വീഡിയോ കണ്ടിട്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോണ വ്ലോഗിലും ഒക്കെ ഉണ്ടാവും. നമ്മള് ബാസ്ക്കറ്റ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചു. ബേബിനെ കിടത്തിയൊക്കെ ഉറക്കാൻ പറ്റിയത് കിടത്തി ഉറക്കിയിട്ടില്ല. അതിലൊന്നും ജസ്റ്റ് വെറുതെ ഒന്ന് കിടത്തി നോക്കി. വെറുതെ അത്ര ആയിട്ടില്ലല്ലോ കിടത്താനൊന്നും. ഇത് നല്ലപോലെ ഉപയോഗിച്ചു. അതാണ് എന്റെ കോലോണ കാണുന്നത്. ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ല ഉപകാരപ്രദമാണ്. ഫീഡിംഗ് ബില്ലോ അപ്പൊ അങ്ങനെ വെച്ചു കൊടുക്കുന്നത് അറിഞ്ഞെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കെട്ട് ബാക്കിൽ. അപ്പൊ നമുക്ക് തലവണ വെക്കുമ്പോഴേ ഈ ഒരു റൗണ്ട് കിട്ടൂലല്ലോ. ഇപ്പൊ ഈ റൗണ്ട് കിട്ടാൻ വേണ്ടിട്ട് ഇരിക്കും. അപ്പൊ അവൻ കുഞ്ഞപ്പീടിലും കുഞ്ഞുമൂത്രമൊഴിക്കലൊക്കെ നടത്തിയതിന്റെ പാടുകളാണ് ഈ കാണുന്നത്. അതെ, ഇതൊന്നും പോരാണ്ട് വരും.
ഇതൊന്നും പോരാണ്ട് വരും. കാര്യം നമ്മളെപ്പോഴും അതിന് ഡയപ്പർ അല്ല വെക്കണത്, ക്ലോത്ത് തുണികളൊക്കെ വെക്കണം. കാരണം ഇത് കൂടാണ്ട് വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഉപയോഗിച്ചോണ്ടിരിക്കണേ അതല്ലേ. അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എല്ലാം കാണിച്ചു തരും. അതും നല്ല രീതിക്കുള്ള ഉപയോഗമാണ്, ഇതും നല്ല രീതിക്ക് ഉപയോഗം ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഉപയോഗിച്ചിട്ടാണ് പറയണത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതെ, എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾക്ക് വെളുപ്പിന് പോകേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അതിന് മുന്നേ വന്നതാണ് ഡിലേ ആക്കിയതുകൊണ്ടാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് എന്താണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റി. അതെ, ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഇത് തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സുണ്ണാപ്പിട കണ്ട തുണികളൊക്കെ എടുത്ത് വെച്ച് ഇതിൽ കിടക്കുന്നത് ഇതാണ് സ്ട്രോബെറി. അങ്ങനെ അങ്ങനെ ഓരോ പ്രിന്റുകളാണ്. അപ്പൊ അങ്ങനെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത്. അതെ, ഇവിടെ ഒരാൾ കിടന്ന് നൈസായിട്ട് ഇറങ്ങുന്നുണ്ട്. കണ്ട, ഒരാൾ കിടന്ന് ഇറങ്ങുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ അവനുറങ്ങുമ്പോ ഞാനും ഇവിടെ കിടന്നുറങ്ങും. അതെ, ഇപ്പൊ ഉറങ്ങാറായിരുന്നു ഏകദേശം അല്ലേ. കഴിഞ്ഞല്ല. അപ്പൊ ഇവിടുത്തെ അമ്മ ആണെങ്കിൽ നേരെ പുറത്തേക്ക് പോയേക്കാണ്. ഇന്ന് കുറച്ച് കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കാണ്. അതെ അതെ, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ശ്രുതി കുറച്ച് റെസ്റ്റ് എടുക്ക്, അത് കണ്ട് കാണാം.